ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഗൗതം ഗംഭീറിന്റെ പരിശീലന കാലം വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. T20 ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഹർദിക് പാണ്ഡ്യയെ മാറ്റി സൂര്യകുമാർ യാദവിനെ നിയമിച്ചത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ തീരുമാനത്തിൽ ഗംഭീറിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ടീമിലെ മറ്റു കളിക്കാരുടെ അഭിപ്രായങ്ങളും ഇതിൽ നിർണായകമായിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹർദിക്കിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ടീമിലെ ഭൂരിഭാഗം താരങ്ങളും മുന്നോട്ട് വെച്ചതായിട്ടാണ് അറിയുന്നത്. മലയാളി താരം സഞ്ജു സാംസണും ഈ വിഷയത്തിൽ ഹർദിക്കിനെതിരെയാണ് സംസാരിച്ചെന്ന റിപ്പോർട്ടുകളുണ്ട്. ഹർദിക്കും സഞ്ജുവും തമ്മിലുള്ള ബന്ധം IPL കാലം തൊട്ടേ വഷളായിരുന്നുവെന്നാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നു. നിയുക്ത നായകൻ സൂര്യകുമാർ യാദവ് ടീമിലെല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുന്ന താരമാണ്. സീനിയർ താരങ്ങളെ ബഹുമാനിക്കാത്ത ഹർദിക്കിനെ അപേക്ഷിച്ച് ഗംഭീറിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ സൂര്യകുമാർ യാദവ് കൂടുതൽ അനുയോജ്യനാണെന്നാണ് കളിക്കാർ കരുതിയതെന്നാണ് സൂചന. എന്നാൽ സൂര്യകുമാർ യാദവിന് നായകന നിലയിൽ എത്രത്തോളം മികവ് പുലർത്താനാകുമെന്ന് കണ്ടു തന്നെ അറിയണം. സ്ഫോടനാത്മക ബാറ്റ്സ്മാനായ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസിയിൽ വലിയ അനുഭവ സമ്പത്തോ റെക്കോർഡോ ഇല്ല. സമ്മർദ്ദഘട്ടത്തിൽ അദ്ദേഹം പതറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ശ്രീലങ്കൻ പരമ്പരയിലെ പ്രകടനം സൂര്യകുമാറിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.